മരുന്നുകൾ കഴിക്കുമ്പോൾ അവിടുത്തെ ഒരു ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് കുറച്ച് കുറയും. അതുകൊണ്ട് തന്നെ വേദനയ്ക്ക് ഒരുപക്ഷെ ആശ്വാസം ഉണ്ടായേക്കാം. അപ്പൊ ഇങ്ങനെ ആശ്വാസം ഉണ്ടാകുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് അവരുടെ മുട്ട് തേയ്മാനം മാറി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? ഇതിന് വലിയ ശ്രദ്ധ കൊടുക്കില്ല, മുട്ടിലേക്ക് ശ്രദ്ധ കൊടുക്കില്ല, കൂടുതൽ സ്ട്രെയിൻ ഉള്ള വർക്കിലേക്കൊക്കെ ചെയ്യുകയും തൽഫലമായിട്ട് ഇപ്പൊ ഗ്രേഡ് 2 ആയിരുന്ന ഓസ്റ്റിയോആർത്രൈറ്റിസ് ഗ്രേഡ് 3ലേക്കോ 3 ആയിരുന്നു 4ലേക്കോ പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഇനി ആയുർവേദ വിധി പ്രകാരം നോക്കുകയാണെങ്കിൽ ഏതൊരു അസുഖത്തിനായപ്പോഴും അതിന്റെ അവസ്ഥ അനുസരിച്ചും അതിന്റെ സ്റ്റേജ് അനുസരിച്ചും വ്യക്തി അനുസരിച്ചൊക്കെ മരുന്നുകൾ വ്യത്യാസപ്പെടുത്തിയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞു, ആദ്യം ആമശോഭകര ചികിത്സ, അതിനുശേഷം ബ്രഹ്മണ രസായന ചികിത്സ. ഈ രീതിയിൽ ചികിത്സിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ പ്രയോജനം ലഭിക്കും. അപ്പോൾ ഒരിക്കലും ഒരു മരുന്ന് മുട്ടുവേദനയുടെ ഏത് സ്റ്റേജിലായാലും അത് കഴിച്ചു കഴിഞ്ഞാൽ മാറുമെന്ന് പറയുന്നത് തീർച്ചയായും ആയുർവേദ തത്വത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് തീർച്ചയായും ബുദ്ധിമുട്ടുകൾ, മുട്ട് സംബന്ധമായ വേദന ഉണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകൾ കഴിക്കുക.